കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അങ്ങനെ നമ്മൾ ഉത്തരകാണ്ഡം 5-ാം സർഗം ഇന്നലെ കഴിഞ്ഞു. അതായത് രാമഗീത 62 ശ്ലോകം നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഉത്തരകാണ്ഡം 6-ാം സർഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ലവണാസുരവധാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. ശ്രീ മഹാദേവ ഉവാച. ആസ് യൂഷ്വൽ ശിവൻ ശ്രീ പാർവതിയോട് പറയുന്നത് പോലെയാണ്. ശ്രീ മഹാദേവ ഉവാച. ഏകദാ മുനയ സർവേ യമുനാതീരവാസിന ആജഗ്മുരാഘവം ദ്രഷ്ടും ഭയാല്ലവണരക്ഷസ. ഏകദ മീൻസ് ഒരു ദിവസം യമുനാതീരവാസിന യമുനാതീരത്തിൽ വസിക്കുന്ന സർവേ മുനയ എല്ലാ മുനിമാരും ലവണരാക്ഷസ ഭയാൽ ലവണൻ എന്ന രാക്ഷസനിൽ നിന്ന് ഭയം ഉണ്ടായിട്ട് രാഘവം ദൃഷ്ടും ശ്രീരാമനെ കാണാൻ ആജഗ്മു വന്നു. അതായത് ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, ഒരു ദിവസം യമുനാ നദീ തീരത്തിൽ വസിക്കുന്ന എല്ലാ മുനിമാരും ലവണൻ എന്ന് പേരായിട്ട് ഒരു അസുരനിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഭയവും കഷ്ടപ്പാടുകളും കാരണം ശ്രീരാമനെ കാണാൻ വന്നു. ഭയമുണ്ട്, ബുദ്ധിമുട്ടിക്കണമുണ്ട് വല്ലാതെ. അതായത് ഈ ശ്രീരാമനെ ദർശിച്ചാൽ ഇഹലോകത്തിലത്തെയും പരലോകത്തിലത്തെയും ഭയം മുഴുവൻ നീങ്ങുന്നതൊക്കെ മുനിമാർക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലവണാസുരനിൽ നിന്ന് ഭയം വന്നപ്പോൾ ഭഗവാനെ പ്രാപിക്കുകയാണ് നല്ലത്. ഇഹലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഭയങ്ങളും നീക്കണ ആളാണ് ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നു. അതാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീരാമനെ കാണാൻ എല്ലാ മഹർഷിമാരും വന്നു, യമുനാ തീരത്ത് വസിക്കുന്ന എല്ലാ മഹർഷിമാരും. ശ്രീ മഹാദേവ വാച. ഏകദാ മുനയ സർവേ യമുനാ തീരവാസിന ആജഗ്മുരാഘവം ദ്രഷ്ടും ഭയാല്ലവണരക്ഷസാ. 2. കൃത്വാഗ്രേ തു മുനിശ്രേഷ്ഠം ഭാർഗവം ചവനം ദ്വിജാ അസംഖ്യാതാ സമായാത രാമാദഭയകാംക്ഷിണാം. രാമനിൽ നിന്ന് അഭയകാംക്ഷിണ അഭയം ആഗ്രഹിക്കുന്ന അസംഖ്യാത്മാദ്വിജാഹ അനവധി സംഖ്യയില്ലാത്തത്ര ബ്രാഹ്മണര് ഭാർഗവം ഭൃഗുപുത്രനും മുനിശ്രേഷ്ഠം മുനിമുഖ്യനുമായ ച്യവനനെ അഗ്രകൃത്വ. ച്യവനനെ മുമ്പിൽ നിർത്തിയിട്ട് വെച്ചാൽ ച്യവനൻ്റെ കീഴ്, ച്യവനാണ് ലീഡറാന്നർത്ഥം. അതിൽ നിർത്തിയിട്ട് സമായാത ആഗമിച്ചു, അങ്ങോട്ട് വന്നു. അതായത് ശ്രീരാമനിൽ നിന്ന് അഭയം ആഗ്രഹിക്കുന്ന അനവധി മുനിമാർ, അസംഖ്യം ബ്രാഹ്മണര് ബ്രഹ്മജ്ഞാനികൾ അല്ലെങ്കിൽ അസംഖ്യം മുനിമാര് ദ്വിജന്മാരെന്ന് പറഞ്ഞല്ലോ. അതിൽ അസംഖ്യം ബ്രാഹ്മണര് അല്ലെങ്കിൽ മുനിമാര് ച്യവനനെ മുൻനിർത്തിയിട്ട്, അതായത് ച്യവനനെ ലീഡറാക്കിയിട്ട്, ച്യവനനെ മുൻനിർത്തി, ച്യവനനാണ് അതിൽ ലീഡറായിട്ട് ഇപ്പോൾ ഭഗവാനോട് പറയാനൊക്കെ പോകണം. അതുപോലെ ച്യവനൻ്റെ കീഴിൽ എല്ലാവരും നിന്ന് അനവധി മുനിമാർ ഭഗവാനെ കാണാനായിട്ട് അവിടെ എത്തി. ച്യവനനാണ് അതിൻ്റെ ചീഫായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് കേട്ടോ, ച്യവന മഹർഷി. കൃത്വാഗ്രേ തു മുനി ശ്രേഷ്ഠം ഭാർഗവം ച്യവനം ദ്വിജാ അസംഖ്യാതാ സമായാത രാമാദ് അഭയകാംക്ഷിണ. രാമനിൽ നിന്ന് അഭയം ആഗ്രഹിച്ചുകൊണ്ട് അവരെത്തി അവിടെ. 3. താൻ പൂജയിത്വാ പരയാ ഭക്ത്യ രഘുകുലോത്തമഃ ഉവാച മധുരം വാക്യം ഹർഷയൻ മുനിമണ്ഡലം. അപ്പോൾ ശ്രീരാമഭഗവാനൊക്കെ ബ്രാഹ്മണരെ വളരെ ഭക്തിയല്ലേ. അപ്പോൾ പരയാ ഭക്തിയ വളരെ ഭക്തിയോടുകൂടി താൻ പൂജയിത്വ അവരെ പൂജിച്ചിട്ട് രഘുകുലോത്തമ ഭഗവാൻ ശ്രീരാമൻ മുനിമണ്ഡലം ഹർഷയൻ മുനിമാരുടെ സമൂഹത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവനായിട്ട് മധുരം വാക്യം വളരെ മധുരമായ വാക്കുകളെ ഉവാച പറഞ്ഞു. വളരെ ഭക്തിയോടു കൂടിയിട്ട് ഇവർ വന്നപ്പോൾ ശ്രീരാമഭഗവാൻ വളരെ ഭക്തിയോടുകൂടി അവരെ വേണ്ട പോലെ സ്വീകരിച്ച് ഇരിക്കാൻ ആസനമൊക്കെ കൊടുത്ത് എല്ലാം വേണ്ട പോലെ അതിഥി സൽക്കാരം നിർവഹിച്ചിട്ട് ഭഗവാൻ ശ്രീരാമൻ ആ മുനികളെ മുഴുവൻ ആനന്ദിപ്പിക്കുവാൻ തക്കവണ്ണം
വളരെ മധുരമായിട്ടുള്ള വാക്കുകൾ അവരോട് പറഞ്ഞു. താൻ പൂജയിത്വാ പരയാ ഭക്ത്യാ രഘുകുലോത്തമ ഉവാച മധുരം വാക്യം ഹർഷയൻ മുനിമണ്ഡലം. 4 കരവാണി മുനിശ്രേഷ്ഠാഃ കിമാഗമനകാരണം ധന്യോസ്മി യദി യൂയം മാം പ്രീത്യാ ദ്രഷ്ടുമിഹാഗതാഃ. മുനിശ്രേഷ്ഠാഃ, ഹേ മുനിശ്രേഷ്ഠന്മാരെ, ആഗമന കാരണം കിം, വന്നതിന് കാരണം എന്താ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അപ്പം എന്നെ കാണാൻ വന്നതിന്. എന്താ കാരണം? കരവാണി, ഞാൻ നിങ്ങൾക്ക് എന്താ ആവശ്യമാണെങ്കിലും ഞാൻ കരവാണി വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഞാൻ ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിവർത്തിച്ചു തരാം. യൂയം, നിങ്ങൾ പ്രീത്യ സന്തോഷത്തോടു കൂടി മാം ദ്രഷ്ടും എന്നെ കാണാൻ ഇഹ ആഗതഃ യതി, ഇവിടെ വന്നു എന്നുള്ളത് തന്നെ ധന്യാസ്മി, നിങ്ങളിവിടെ എന്നെ സന്തോഷത്തോടുകൂടി കാണാൻ വന്നു എന്നുള്ളത് തന്നെ എന്നെ ധന്യനാക്കിയിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ധന്യനായിരിക്കുന്നു. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, നിങ്ങൾ എന്തിനാണ് വന്നതെന്നുള്ള ആവശ്യം എന്നോട് പറയൂ. കാരണം കൂടാതെ, ഒരു കാരണമില്ലാതെ എന്നെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ അതിലേറെ ധന്യതയായി, അല്ലേ? അതിലേറെ സന്തോഷമായി. എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ പറയൂ, ഞാൻ സാധിച്ചു തരാം. ഇനി ഒരു കാരണവും ഇല്ലാതെ എന്നെ കാണാൻ, വെറുതെ സന്തോഷത്തിന് വേണ്ടി എന്നെ കാണാൻ വന്നതാണെന്ന് വെച്ചാൽ ഞാൻ വളരെ ധന്യനായി. അതായത് മഹാന്മാരായിട്ടുള്ള നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് വളരെ ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നൂലോ എന്നെ, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയണം. കരവാണി മുനി ശ്രേഷ്ഠാഃ കിമാഗമന കാരണം ധന്യോസ്മി യദി യൂയം മാം പ്രീത്യാ ദ്രഷ്ടുമിഹാഗതാഃ. 5 ദുഷ്കരം ചാപിയൽ കാര്യം ഭവതാം തൽക്കരോമ്യഹം ആജ്ഞാപയന്തു മാം ഭൃത്യം ബ്രാഹ്മണാ ദൈവതം ഹിമേ. എന്താ പറയുക? ബ്രാഹ്മണൻ ഈശ്വരനെ പോലെ ബ്രാഹ്മണനെ ബഹുമാനിക്കണമെന്നേ. ഭവതാം, നിങ്ങളുടെ യൽ കാര്യം, ഏതൊരു കാര്യം, ദുഷ്കരം അഭി, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടാലും, വളരെ വിഷമമുള്ള കാര്യമാണ് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടാലും, അങ്ങനെയാണെങ്കിൽ കൂടി തദ് അഹം കരോമി, ഞാൻ അതിനെ ചെയ്യാം. വളരെ വിഷമമുള്ളൊരു കാര്യം എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഭൃത്യം മാം, ഭൃത്യനായ എന്നോട് ആജ്ഞാപയന്തു, ആജ്ഞാപിച്ചാലും എന്നോട് പറഞ്ഞോളൂ, ഒരു മടിയില്ലാണ്ട് എന്നോട് ഓർഡർ ചെയ്തോളൂ, പറയുകയാണ്, കൽപ്പിച്ചോളൂ. ബ്രാഹ്മണാഹ, ബ്രാഹ്മണന്മാർ മേ ദൈവതം ഹി, എനിക്ക് ദൈവമാണ്. എനിക്ക് ശരിക്കും ബ്രാഹ്മണന്മാർ ദൈവത്തിനെ പോലെയാണെന്ന്. അതായത് എന്താ പറയണത്, നിങ്ങളെപ്പോലെ ഇത്രയും ബഹുമാന്യരായിട്ടുള്ള നിങ്ങളുടെ ആവശ്യം എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഞാൻ നടത്തിത്തരാം. അതായത് എന്നോട് നിങ്ങളൊരു ദാസനെ പോലെ കൽപ്പിച്ചോളൂ. ബ്രാഹ്മണര് എൻ്റെ ദൈവമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്ര ബ്രാഹ്മണ ഭക്തിയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ കണ്ടില്ലേ? കൃഷ്ണൻ എന്തൊരു ഭക്തിയാണ്, ബ്രാഹ്മണ ഭക്തി നമ്മൾ ഭാഗവതത്തിൽ കാണുന്നുണ്ടല്ലോ. അതുപോലെ ശ്രീരാമനും വലിയ ബ്രാഹ്മണ ഭക്തനാണ്, ബ്രഹ്മജ്ഞാനികളെ വളരെ ബഹുമാനാണ്. ദുഷ്കരം അബിയൽ കാര്യം, ഇതൊക്കെ എന്താ അറിയോ, ശ്രീരാമ ഭഗവാനൊക്കെ ഇങ്ങനെ കാണിക്കണത് എന്താ വെച്ചാൽ മാതൃകയാണ്. ഇതുപോലെ നമ്മളും വലിയ ബ്രഹ്മജ്ഞാനികളെ അങ്ങേയറ്റം ബഹുമാനിക്കണം, ഈശ്വരനെ പോലെ ബഹുമാനിക്കണം എന്ന് നമ്മളോട് പറയുകയാണേ, അല്ലേ? അതാണല്ലോ മര്യാദ പുരുഷോത്തമനും ജീവിച്ച് കാണിക്കുകയാണേ. ഞാനിതാ ഇപ്പോൾ ബ്രഹ്മജ്ഞാനികളെ ആദരിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്യണില്ലേ? അതുപോലെയൊക്കെ നിങ്ങളും വലിയ അറിവുള്ള ബ്രഹ്മജ്ഞാനികളെ ആദരിച്ച് സൽക്കരിക്കണം കേട്ടോ എന്ന് പറയണം. ഇനി 6, അപ്പം 5 വായിച്ചിട്ട്, ദുഷ്കരം ചാപിയൽ കാര്യം ഭവതാം തൽക്കാരോമ്യഹം, എത്ര വിഷമമുണ്ടെങ്കിലും ചെയ്തു തരാം. ആജ്ഞാപയന്തു മാം ഭൃത്യം, ഒരു ഭൃത്യനെ പോലെ എന്നോട് കൽപ്പിച്ചോളൂ. ബ്രാഹ്മണാ ദൈവതം ഹിമേ, എനിക്ക് ബ്രാഹ്മണർ ഈശ്വരന്മാരാണെന്നതിൽ സംശയമില്ല. ഇനി 6, 3 വരി. തത് ശ്രുത്വാ സഹസാ ഹൃഷ്ടശ്ചവനോ വാക്യമബ്രവീത് മധുനാമാ മഹാദൈത്യഃ പുരാ കൃതയുഗേ പ്രഭോ ആസീദദീവ ധർമാത്മാ ദേവബ്രാഹ്മണ പൂജകഃ. തശ്രുത്വ, അത് കേട്ടിട്ട്, സഹസ ഹൃഷ്ട ച്യവന, ഉടനെ സന്തോഷം കൊണ്ട് മതിമറന്ന ച്യവനൻ, സന്തോഷമായി എന്തു വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞുല്ലോ. ച്യവന മഹർഷി വാക്യം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്താ? പ്രഭോ, ഹേ പ്രഭോ, പുരാ കൃതയുഗേ, പണ്ട് കൃതയുഗത്തിൽ അതീവ ധർമാത്മാ, നല്ല ധർമ്മിഷ്ഠനും
ദേവബ്രാഹ്മണ പൂജക, ദേവന്മാരെയും ബ്രാഹ്മണനെയും പൂജിക്കുന്നവനുമായ മധുനാമ മഹാദൈത്യ, മധു എന്ന് പേരായ ഒരു അസുരൻ, ദൈത്യനാണ്, ദിതിയുടെ മക്കളാണ്, ആസിത് ഉണ്ടായിരുന്നു. ശ്രീരാമൻ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞപ്പോൾ, എന്താ വെച്ചാൽ പറഞ്ഞോളൂ, കൽപ്പിച്ചോളൂ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ ച്യവന മഹർഷിക്ക് സന്തോഷമായി. എന്നിട്ട് ച്യവന മഹർഷി പറഞ്ഞു, ഹേ പ്രഭോ, പണ്ട് കൃതയുഗത്തിൽ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയൊക്കെ പൂജിക്കുന്നവനും, ഇതുപോലെയല്ല ഇന്നത്തെ രാക്ഷസന്മാരെ പോലെയല്ല, കൃതയുഗത്തിൽ ദേവന്മാരെയും ബ്രാഹ്മണരെയും നല്ല ആദരിക്കുന്നവനും ധർമ്മിഷ്ഠനുമായ മധു എന്ന് പേരായ ഒരു മഹാനായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ വളരെ നല്ല സ്വഭാവമായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. തസ്യ തുഷ്ടോ അത് 6 വായിച്ചിട്ട് 7ലേക്ക് പോവാം. തശ്രുത്വാ സഹസാ ഹൃഷ്ടശ്ചവനോ വാക്യമബ്രവീത് മധുനാമ മഹാദൈത്യ പുരാ കൃതയുഗേ പ്രഭോ, കൃതയുഗത്തിലുണ്ടായിരുന്നു. ആസീതീവ ധർമാത്മാ, ധർമ്മിഷ്ഠനാണ്. ദേവബ്രാഹ്മണ പൂജക, ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിക്കുന്ന നല്ലൊരു ധർമ്മിഷ്ഠനായിരുന്നു അയാൾ, ആസുരൻ. 7 തസ്യ തുഷ്ടോ മഹാദേവോ ദദൗ ശൂലമനുത്തമം പ്രാഹ ചാനേനയം ഹംസി സതുഭസ്മീ ഭവിഷ്യതി. പക്ഷെ എന്താണ്ടായി വെച്ചാൽ, തസ്യ അവനോട് തുഷ്ട മഹാദേവ, ശിവനെ തപസ് ചെയ്തു. അപ്പോൾ ശിവൻ സന്തുഷ്ടനായിട്ട് അനുത്തമം ശൂലം ദദൗ, അത്യന്തം ഉത്തമമായിട്ടുള്ള ഒരു ശൂലത്തെ, അത്ര ശക്തി പവർഫുള്ളായിട്ടുള്ള ഒരു ശൂലത്തെ കൊടുത്തു. ആർക്ക്? ഈ മധുവിന്. അനേന, ഇതുകൊണ്ട് യം ഹംസി, യാതൊരുവനെ നീ ഇതുകൊണ്ട് കൊല്ലുന്നുവോ, സഹത്തു അവനാകട്ടെ ഭസ്മീ ഭവിഷ്യതി, അവൻ ഭസ്മാവും. നീ ആരെയാണ് ഈ ശൂലം കൊണ്ട് കൊല്ലണം, അവൻ ഭസ്മാവും. അങ്ങനത്തെ ശക്തിയിലൊരു ശൂലം ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ ഈ മധുവിന് കൊടുത്തു എന്ന് പ്രാഹ പറഞ്ഞു. അതായത് അവൻ തപസ് ചെയ്തിട്ട് അവൻ്റെ പേരിൽ സന്തോഷിച്ചിട്ടുള്ള മഹാദേവൻ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശൂലം അവന് കൊടുത്തു. അതുകൊണ്ട് നീ ആരെയാണ് കൊല്ലണ, അല്ലെങ്കിൽ തൊടണ, അടിക്കണത്, അല്ലെങ്കിൽ കുത്തണത്, ഈ ശൂലം കൊണ്ട് നീ ആരെ കുത്തുന്നു അവൻ ഭസ്മമായി ഭവിക്കുന്ന പറയുകയും ചെയ്തു. അതായത് അത്ര ശക്തിയുള്ള ശൂലം, ആരെ കുത്തിയാലും അയാൾ ഭസ്മാവും. തസ്യ തുഷ്ടോ മഹാദേവോ ദദൗ ശൂലമനുത്തമം പ്രാഹചാനേന എം ഹംസി സതുഭസ്മീ ഭവിഷ്യതി. 8-9 ഒന്നിച്ച്. രാവണസ്യാനുജാ ഭാര്യ തസ്യ കുംഭീനസീ ശ്രുതാ തസ്യാം തു ലവണോ നാമ രാക്ഷസോ ഭീമവിക്രമഃ ആസീദ്ദുരാത്മാ ദുർധർഷോ ദേവബ്രാഹ്മണഹിംസക പീഡിതാസ്തേന രാജേന്ദ്ര വയം ത്വാം ശരണം ഗതാഃ. എന്താ പറഞ്ഞാൽ, അസ്യ ഭാര്യ, ഈ മധുവിൻ്റെ ഭാര്യ, രാവണസ്യ അനുജ കുംഭീനസി ശ്രുത്വ. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ മധുവിൻ്റെ ഭാര്യ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള കുംഭീനസിയാണെന്ന്, കസിനാണ് കേട്ടോ. അതായത് രാവണൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകളാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ രാവണൻ്റെ ഒരു വകയിൽ സഹോദരിയാണ്. സഹോദരിയായിട്ടുള്ള കുംഭീനസിയാണ് ഈ മധു വിവാഹം കഴിച്ചിരിക്കുന്നത്. കുംഭീനസി എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ഒരു സഹോദരിയാണ്, ഒരു വകയിലുള്ള സഹോദരിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തസ്യാം അവളിൽ, ശ്രുത്വ എന്ന് പറഞ്ഞല്ലോ, കേട്ടിട്ടുണ്ടെന്ന്. തസ്യാം അവളിൽ ദുരാത്മ, ആ മധുവിനും കുംഭീനസിക്കും കൂടിയിട്ട് അവളിൽ മധുവിന് ദുരാത്മ, ദുർബുദ്ധിയും ദുർധുർഷ, അതായത് ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവനും, ദുഷ്ബുദ്ധിയാണെന്ന് മാത്രമല്ല ഭയങ്കര ശക്തിമാൻ, ആർക്കും ആക്രമിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തോളം ആളാണ്. ദേവബ്രാഹ്മണ ഹിംസക, ദേവന്മാരെയും ബ്രാഹ്മണരെയും ഹിംസിക്കുന്നവനും. അതായത് മധുവിനെ പോലെ അല്ല. മധു പറഞ്ഞില്ലേ, പിന്നെ അസുരനാണെച്ചാലും ദേവന്മാരെയും ബ്രാഹ്മണരൊക്കെ പൂജിക്കും, ധർമ്മിഷ്ഠനാ പറഞ്ഞുല്ലോ. ഈ മകൻ അങ്ങനെയല്ല. അതായത് മധുവിൻ്റെയും കുംഭീനസിൻ്റെയും മകൻ അങ്ങനെയല്ല, ബ്രാഹ്മണരെ ഹിംസിക്കും, ഉപദ്രവിക്കും. ഭീമവിക്രമ, ഭയങ്കര പരാക്രമിയാണ്. ലവണഹ നാമ, പേരെന്താ വെച്ചാൽ ലവണൻ എന്നാണ്. മധുവിൻ്റെയും കുംഭീനസിൻ്റെയും മകൻ്റെ പേര് ലവണൻ. രാക്ഷസ ആസീത്, രാക്ഷസൻ ഉണ്ടായി. ഇവർക്കൊരു കുട്ടി ഉണ്ടായത് ഇങ്ങനെ പൊട്ട മഹാദുഷ്ടനൊരു കുട്ടി.
രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, തേന പീഡിതാഹ വയം. ഹേ ശ്രീരാമചന്ദ്ര ഭഗവാനെ, ഞങ്ങൾ വളരെ പീഡിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അയാളാൽ, ആ ലവണനാൽ. ത്വാം ശരണം ഗത, അങ്ങനെ ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചതാണ്. ആ ലവണനിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരണച്ചിട്ടേ. എന്താണ് പറഞ്ഞാൽ, മധുവിൻ്റെ ഭാര്യ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള കുംഭിനസിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മധുവിനും കുംഭിനസിനും കൂടി ഒരു കുട്ടി ജനിച്ചു, ഒരു രാക്ഷസൻ. അവനാണെച്ചാൽ മധുവിനെ പോലെയല്ല, ദുർബുദ്ധിയാണ്, അതിപരാക്രമിയാണ്, ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനാണ്, ദേവന്മാരെയും ബ്രാഹ്മണനെയും ഒരുപാട് ഉപദ്രവിക്കുന്നവനുമാണ്. അവൻ്റെ ഉപദ്രവത്തിൽ ഞങ്ങളിപ്പോൾ സഹിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞു. രാവണൻ്റെ അമ്മ ഓർമ്മയുണ്ടെങ്കിൽ കൈകസിയാണ് അല്ലേ? കൈകസിയുടെ അച്ഛനാണ്, രാവണൻ്റെ അമ്മയുടെ അച്ഛനാണ് സുമാലി. സുമാലിയുടെ ഏട്ടൻ മാല്യവാൻ. അതായത് രാവണൻ്റെ അമ്മ കൈകസിയുടെ അച്ഛൻ സുമാലി. അപ്പോൾ കൈകസിയുടെ, രാവണൻ്റെ അമ്മയുടെ വല്യച്ഛനാണ് ഇത് മാല്യവാൻ. ഈ മാല്യവാൻ്റെ പുത്രിയാണ് അനല പറഞ്ഞൊരു സ്ത്രീ. ആ അനലയുടെ മകളാ കുംഭിനസി. അപ്പോൾ രാവണൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. ശരിക്കും പറയാച്ചാൽ ഫസ്കസിൻ്റെ മകളായി. അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫസ്കസിൻ്റെ മകളാണ് രാവണൻ്റെ. അത് പോട്ടെ, അത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പോകണ്ട. എന്തായാലും രാവണൻ്റെ അച്ഛൻ വഴി ഉള്ള ഫസ്കസിൻ്റെ, നമ്മളൊക്കെ വല്യച്ഛൻ്റെ മകള്, അതിൻ്റെ വല്യച്ഛൻ്റെ മകളുടെ മകനാണ്, അല്ല വല്യച്ഛൻ്റെ മകളുടെ മകളാണ് ഈ കുംഭിനസീറ്റോ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ നോക്കിയപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ലവണൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യായിട്ട് അവനിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കണ പറഞ്ഞു. അപ്പോൾ രാവണസ്യാനുജ ഭാര്യ തസ്യ കുംഭീനസീ ശ്രുത തസ്യാം ദുലവണോ നാമ രാക്ഷസോ ഭീമവിക്രമ ആസീദ് ദുരാത്മാ ദുർധർഷോ ദേവബ്രാഹ്മണ ഹിംസക പീഡിതാസ്തേന രാജേന്ദ്ര വയം ത്വം ശരണം ഗതാഹ. ഇനി 10. തശ്രുത്വാ രാഘവോപ്യാഹ മാ ഭീർവോ മുനിപുംഗവാഹ ലവണം നാശയിഷ്യാമി ഗച്ഛന്തു വിഗതജ്വരാഹ. തശ്രുത്വ, അത് കേട്ടിട്ട് രാഘവ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു. ആഹ എന്ന് പറഞ്ഞു. രാമൻ ആഹ പറഞ്ഞു. അപ്പം ഇത് കേട്ടിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ മറുപടി പറഞ്ഞു. മുനിപുംഗവ, ഹേ മുനിശ്രേഷ്ഠന്മാരെ, ച്യവനോട് പറയാണ്, ച്യവനോടും ഒപ്പമുള്ള മുനിമാരോടും ച്യവനൻ്റെ കൂടെ വന്ന മുനിമാരോടും, വഹ, നിങ്ങൾക്ക് ഭയം, നിങ്ങൾ ഭയപ്പെടണ്ട. ലവണം നാശയിഷ്യാമി, ലവണനെ കൊന്നോളാം. വിഗതജ്വരാഹ, ദുഃഖമില്ലാതെ ഗച്ഛന്തു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ദുഃഖിക്കണ്ട, പൊക്കോളൂ, ഞാൻ ലവണനെ കൊന്നോളാം, അല്ലെങ്കിൽ കൊല്ലിച്ചോളാം എന്ന്. അപ്പോൾ മുനിമാരുടെ ഇങ്ങനെ ഈ പേടി കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ മുനിമാരെ, നിങ്ങൾക്ക് ഒട്ടും ഭയം വേണ്ട, ഞാൻ ലവണനെ നശിപ്പിച്ചോളാം, നിങ്ങൾ അതിനെപ്പറ്റി വിചാരിക്കേ വേണ്ട, നിങ്ങളുടെ ആ ദുഃഖം മാറിയെന്ന് വിചാരിച്ചോളൂ, അങ്ങനെ തിരിച്ചു പൊക്കോളൂ പറഞ്ഞു. തശ്രുത്വാ രാഘവോപ്യാഹ മാ ഭീർവോ മുനിപുംഗവാഹ ലവണം നാശയിഷ്യാമി ഗച്ഛന്തു വിഗതജ്വരാഹ ഇത്യുക്ത്വാ പ്രാഹ രാമോ ഭ്രാതൃൻ കോവാഹനിഷ്യതി ലവണം രാക്ഷസം ദദ്യാത് ബ്രാഹ്മണേഭ്യോ ഭയം മഹദ്. ഇതി ഉക്ത്വ, ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ എന്ത് ചെയ്തു? ഭ്രാതൃൻ പ്രാഹ, അനിയന്മാരോട് പറഞ്ഞു. ഭരതനും ശത്രുഘ്നനും, ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു, ലവണരാക്ഷസനെ കഹവാഹനിഷ്യതി, നിങ്ങളെ ആർക്ക് കൊല്ലാൻ പറ്റും ഈ രാക്ഷസനെ? ബ്രാഹ്മണർക്കായിക്കൊണ്ട് മഹത് അഭയം, ആ മഹത്തായ അഭയത്തെ ദദ്യാദാനം ചെയ്യും. അപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ അവർ പോയപ്പോൾ മുനിമാർ പോയി. അപ്പോൾ പറഞ്ഞു, ഈ സഹോദരന്മാരോട് ചോദിച്ചു, അതായത് പിന്നെ ഭരതനോടും ലക്ഷ്മണനോടും ശത്രുഘ്നോടും ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ലവണാസുരനെ കൊന്നിട്ട് ഈ ബ്രാഹ്മണർക്ക് അഭയം കൊടുക്കാൻ സാധിക്കുക ചോദിച്ചു.
ഇത്യുക്ത്വാ പ്രാഹരാമോപി ഭ്രാതൃൻ കോ വാ ഹനിഷ്യതി ലവണം രാക്ഷസം ദദ്യാത് ബ്രാഹ്മണേഭ്യോ ഭയം മഹദ് തശ്രുത്വാ പ്രാഞ്ജലി പ്രാഹ ഭരതോ രാഘവായ വൈ അഹമേവ ഹനിഷ്യാമി ദേവാജ്ഞാപയ മാം പ്രഭോ. തശ്രുത്വ അങ്ങനെ അത് കേട്ടിട്ട് പ്രാഞ്ജലിഹി ഭരത, അതായത് കൈകൂപ്പിക്കൊണ്ട് ഭരതൻ രാഘവായ, ആദ്യം ഭരതനാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങളിൽ ആർക്ക് കൊല്ലാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ ഭരതനാണ് പറഞ്ഞ കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു. പ്രാഹ മീൻസ് പറഞ്ഞു, പ്രഭോ, ഹേ പ്രഭോ, മാം ആജ്ഞാപയ, എന്നോട് കൽപ്പിച്ചോളൂ, ഞാൻ കൊല്ലാമെന്ന്. അഹമേവ ഖനിഷ്യാമി, ഞാൻ തന്നെ കൊന്നോളാം എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഭരതനെ വെഗ്ഗണ് പറഞ്ഞു, എന്താ എല്ലാം ഹേ ഭഗവാനെ, നിന്തിരുവടി എന്നോട് പറഞ്ഞോളൂ, ഞാൻ തന്നെ ലവണ്ണനെ സംഹരിക്കാം എന്ന്. പക്ഷെ അതിനോട് ആജ്ഞാപിക്കൂ, പോയി ലവണ്ണനെ കൊന്നുവരൂ, അങ്ങനെയാണല്ലോ, കൽപ്പന ഉണ്ടെങ്കിലേ ചെയ്യാവൂ. അങ്ങനെയൊക്കെയാണ് രാജാക്കന്മാർക്ക്. വെറുതെ ബഹുവാക്ക് പറഞ്ഞാലൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ഭരത, നീ പോയി ലവണ്ണനെ കൊന്നുവരൂ എന്ന് കൽപ്പന വേണം. അപ്പം എന്നാൽ അങ്ങനെ കൽപ്പിച്ചാൽ ഞാൻ ഒരു ദാസനെ പോലെ പോയി കൊന്നുവരാം എന്ന് പറഞ്ഞു. ഭാരതനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. തശ്രുത്വാ പ്രാഞ്ജലി പ്രാഹ ഭരതോ രാഘവായ വൈ അഹമേവ ഹനിഷ്യാമി ദേവാജ്ഞാപയ മാം പ്രഭോ. അപ്പോൾ 13-14 തതോ രാമം നമസ്കൃത്യ ശത്രുഘ്നോ വാക്യമബ്രവീത് ലക്ഷ്മണേന മഹൽക്കാര്യം കൃതം രാഘവ സംയുഗേ നന്ദിഗ്രാമേ മഹാബുദ്ധിർഭരതോ ദുഃഖമന്വഭൂത് അഹമേവ ഗമിഷ്യാമി ലവണസ്യ വധായ ച ത്വൽപ്രസാദാദ് രഘുശ്രേഷ്ഠ ഹന്യാം തം രാക്ഷസം യുധി. അപ്പം വേഗം തഥാ രാമൻ നമസ്കൃത്യ, വേഗം ഭരതൻ്റെ പറയൽ കഴിഞ്ഞ ഉടനെ രാമനെ നമസ്കരിച്ചിട്ട് ശത്രുഘ്നൻ വാക്യം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. രാഘവ, ഹേ രാമചന്ദ്ര പ്രഭോ, ലക്ഷ്മണനാൽ സംയുഗേ, യുദ്ധത്തിലെ ലക്ഷ്മണൻ മഹൽക്കാര്യം കൃത, അങ്ങയ്ക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തു. എന്താ ചെയ്ത്? ഇന്ദ്രനെ കൊന്നു ഇല്ലേ? ഇന്ദ്രനെ കൊന്നൂലോ, ഇന്ദ്രജിത്തിനെ കൊന്നൂലോ, ഇന്ദ്രനല്ല, ഇന്ദ്രജിത്തിനെ കൊന്നൂലോ, രാവണൻ്റെ മകനെ യുദ്ധത്തിലെ. ലക്ഷ്മണനല്ലേ കൊന്നത്, നമ്മൾ കണ്ടുല്ലോ അത്. അപ്പോൾ ലക്ഷ്മണൻ ഓൾറെഡി അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹത് കാര്യം, വലിയ കാര്യം അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു, ഇന്ദ്രജിത്തിനെ കൊന്നു. മഹാബുദ്ധി ഭരത, ഭരതനോ നന്ദിഗ്രാമത്തിൽ ദുഃഖം അനുഭൂത്. പാവം നന്ദിഗ്രാമത്തിലെ ശ്രീരാമൻ എങ്ങനെയാണ് ആ കാട്ടിലിരിക്കണ അതുപോലെ ജീവിച്ചിട്ട് രാജ്യം ഭരിച്ചു. 14 കൊല്ലം വേണ്ടത്ര അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു ഭരതൻ. ഞാനാണൊന്നും ചെയ്യാത്ത പറയുകയാണെ, അഹമേവ, ഞാൻ തന്നെ ഗമിഷ്യാമി, അതുകൊണ്ട് ഞാൻ തന്നെ, എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹൽ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ലക്ഷ്മണനും ചെയ്തു, ഭരതനും ചെയ്തു, അപ്പം ഞാൻ തന്നെ ചെയ്യാം. രഘുശ്രേഷ്ഠ, ഹേ രാഘവ, ത്വത്പ്രസാദാൽ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് യുദ്ധത്തിൽ തം രാക്ഷസം, ആ രാക്ഷസനെ ഹന്യാം, ഞാൻ കൊന്നോളാം. എന്തൊരു നല്ലതല്ലേ ഇത്. ഭരതൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ശത്രുഘ്നൻ വേഗം ശ്രീരാമനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ശ്രീരാമ ഭഗവാനെ, ലക്ഷ്മണൻ ഈ രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ കൊന്നിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു. ഭരതനാണെങ്കിൽ എല്ലാവർക്കും അറിയാം, അങ്ങ് പോയ 14 വർഷം രാജ്യം ഭരിച്ചു എന്ന് മാത്രമല്ല, അങ്ങ് എങ്ങനെയാണ് ആ കാട്ടിൽ ജീവിച്ചിരുന്നത് അതുപോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കാട്ടിലത്തെ പോലെ അതേപോലെ 14 കൊല്ലം രാജധാനിയിലൊന്നും ഇരുന്നില്ല. നന്ദിഗ്രാമത്തിൽ പോയിട്ട് ഭരിച്ചു 14 കൊല്ലം അങ്ങ് കാട്ടിൽ ജീവിക്കണ പോലെ ജീവിച്ചിട്ട്. അപ്പോൾ ഭരതനും അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹൽ കാര്യം ചെയ്ത ആളാണ്. കഷ്ടമായിട്ട് തപസ് പോലെ ക്ലേശം അനുഭവിച്ചു അല്ലേ? തപസ് പോലെ 14 കൊല്ലം ഭരതൻ ഇരുന്നു അങ്ങയ്ക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിച്ചു. ഞാനാണ് ഇതുവരെ ഒന്നും അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹൽ കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലവണാസുരനെ വധിക്കാൻ ഞാൻ തന്നെ പോവാം. ഹേ രാമചന്ദ്ര പ്രഭോ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് യുദ്ധത്തിൽ ഞാൻ ആ രാക്ഷസനെ തീർച്ചയായിട്ടും സംഹരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 14 കഴിഞ്ഞ് നിർത്താം. പിന്നെ 2 ശ്ലോകം ഉണ്ട്, അപ്പോൾ അത് സമയാധികവും. തതോ രാമം നമസ്കൃത്യ
ശത്രുഘ്നോ വാക്യമബ്രവീത് ലക്ഷ്മണേന മഹൽക്കാര്യം കൃതം രാഘവ സംയുഗേ നന്ദിഗ്രാമേ മഹാബുദ്ധിർഭരതോ ദുഃഖമന്വഭൂത് അഹമേവ ഗമിഷ്യാമി, ഞാൻ തന്നെ പോവാന്ന്. ലവണസ്യ വധായ ച ത്വൽപ്രസാദാത് രഘുശ്രേഷ്ഠ ഹന്യാം തം രാക്ഷസം യുധി, അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ രാക്ഷസനെ വധിച്ചു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിർത്താം നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.